Hello, my dear students. Welcome to the 8th session of Emerging Trends in Management. നമ്മൾ ഇന്ന് എമർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിൻ്റെ 8ാമത്തെ സെഷനിലാണ്. ഇതുവരെ നമ്മൾ 7 സെഷൻസാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ സെഷൻസിലൊക്കെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കീ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. 8 കീ പ്രോസസ്സാണ് ഉള്ളത്. അതിൽ ഓൾറെഡി നമ്മൾ 4 കീ പ്രോസസ്സ് കണ്ടു. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ 4 കീ പ്രോസസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി 3 കീ പ്രോസസ്സും കൂടി നമുക്കിനി കാണാനുണ്ട്. സോ ഇന്ന് നമുക്ക് അതിൽ 5ാമത്തെ കീ പ്രോസസ്സായിട്ടുള്ള മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള കീ പ്രോസസ്സും അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പല കൺസെപ്റ്റ്സും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ സെമ്മിൽ മാർക്കറ്റിംഗ് നന്നായി പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് മാത്രമേ പലതിലും ഉള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ശരിയായ നല്ല രീതിയിൽ പഠിക്കാത്ത കുട്ടികളും ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മനസ്സിലാക്കി എടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്സാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് നോളേജ് ഉണ്ട്. ആ നോളേജുമായിട്ട് ഇവിടെ നിന്നും കിട്ടുന്ന ഈ സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന നോളേജ് കണക്ട് ചെയ്യിക്കുക, ലിങ്ക് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ, സോ ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ 5ാമത്തെ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ് എന്താണ്, മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇവിടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്, ഇതൊക്കെ നമുക്കിന്ന് ജസ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സോ ഈ മാനുഫാക്ചറിങ് ഫേംസ് നമുക്കറിയാം, സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഒരുപാട് ഇൻഡിവിജ്വലായിട്ടുള്ള ബിസിനസ് ഫേംസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ മാനുഫാക്ചറിങ് ഫേംസിന് ഒരു മെയിൻ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഉള്ളത്. ഇവർക്ക് ഇത്രയും മെയിനായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാനുഫാക്ചറിങ് ഫേംസാണ് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ സപ്ലയറിൽ നിന്നും റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ആ റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ ഈ പറയുന്ന വാല്യൂ അഡീഷൻ ഫോം ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, നമ്മൾ വളരെ നിസ്സാര പൈസയ്ക്കായിരിക്കും റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. പക്ഷേ ആ റോ മെറ്റീരിയൽസ് നമ്മൾ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് സംഭവിക്കുന്നു, അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് കമോഡിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ മാനുഫാക്ചറർ ആയതുകൊണ്ട് ഈ മാനുഫാക്ചറിങ് ഫേംസിനെ നമ്മൾ മെയിൻ പാർട്ടിസിപ്പൻസ് ഓഫ് സപ്ലൈ ചെയിൻ പ്രോസസ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവർ ശരിക്കും നമ്മുടെ സപ്ലൈ ചെയിൻ പ്രോസസ്സിൻ്റെ ഒരു സെൻട്രൽ ഫങ്ഷൻ തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സപ്ലൈസിൽ നിന്നും റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിലേക്ക് ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സെൻട്രൽ ഫങ്ഷനായിട്ടാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഫേംസ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇവർ ശരിക്കും നമ്മളുടെ പ്രൊക്യൂർമെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സിൻ്റെ ഇടയ്ക്കാണ് നിലകൊള്ളുന്നത്. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ മാനുഫാക്ചറിങ് ഫേംസ് അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. 2 രീതിയിലാണ് ഇവിടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് അവർ ഫോം ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ ആൻഡ് റെസ്പോൺസീവ് പ്രൊഡക്ഷൻ. സോ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ 2 രീതിയിലുള്ള മാനുഫാക്ചറിങ് ആണ് നടക്കുക. ഒന്ന് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ, മറ്റൊന്ന് റെസ്പോൺസീവ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ എന്താണ് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ? ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം
പ്രോഡക്റ്റിന് നമ്മുടെ മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കാൻ. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ദ പ്രസൻറ്റ് ടൈം പ്രൊഡ്യൂസ് ചെയ്ത് ഭാവിയിലേക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ആൻറ്റിസിപ്പേഷൻ വിത്ത് ദ ഡിമാൻഡ് ഫോർകാസ്റ്റഡ്, ഡിമാൻഡ് എത്രയാണോ നമ്മളുടെ വരും കാലങ്ങളിൽ നമ്മളുടെ പ്രോഡക്റ്റിന് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത ശേഷം അത് എത്രയാണോ ഫോർകാസ്റ്റ് ചെയ്തത് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ മാനുഫാക്ചറെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അതാണ് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ. ഓക്കെ, പക്ഷേ ഇങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ്റെ ബേസിൽ നമ്മൾ പ്രോഡക്ട്സ് അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി അത് സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവിയിലെ ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറേ പ്രോഡക്ട്സ് അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി സ്റ്റോക്ക് വെച്ചേക്കാം. പക്ഷേ ഈ സ്റ്റോക്ക് വെച്ചേക്കുന്ന പ്രോഡക്ട്സ് അത്രയും ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഡിമാൻഡിനെയാണ്. കാരണം നമ്മളുടെ ആ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ആൻ അസംഷൻ, ഇറ്റ് ഈസ് നോട്ട് 100% അക്യുറേറ്റ്. ഈവൻ ദോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് 100% അക്യുറേറ്റ്. നമ്മൾ പഴയ ട്രെൻഡും പഴയ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കി അനലൈസ് ചെയ്ത് ഭയങ്കര ഗഹനമായിട്ടുള്ള സ്റ്റഡീസും റിസർച്ചൊക്കെ നടത്തി നമ്മൾ ഈ കണ്ടെത്തുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺസർട്ടൺ. അത് ഭാവിയിൽ ഇനി ഉണ്ടാവാതിരിക്കാം. നമുക്കത് ഫുള്ളി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ കൊറോണ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, എത്ര പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് നടത്തി വെച്ചതൊക്കെ മൊത്തം അവതാളത്തിലായി പോയത്, എല്ലാം അൺസർട്ടൺ ആയിട്ട് പോയത്, ആരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെ നമ്മളും ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ നടന്നാൽ നമുക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷനിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഡ്രോബാക്ക് തന്നെ നമുക്ക് പറയാവുന്നത് ഈ പറയുന്ന അൺസർട്ടണിറ്റി ഓഫ് ഡിമാൻഡാണ്. അപ്പോൾ ഈ അൺസർട്ടണിറ്റി ഓഫ് ഡിമാൻഡ് അനുസരിച്ച് നമുക്കുണ്ടാവുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളുടെ എക്സാക്റ്റ് ഡിമാൻഡ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ സർപ്ലസ് ഉണ്ടാവുകയോ ചെയ്യാം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് അതനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലായിട്ടുള്ള ഡിമാൻഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലായിട്ടുള്ള ഡിമാൻഡ് ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് ഡിമാൻഡ് അങ്ങ് വളരെ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിമിറ്റ് വരെയാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡിമാൻഡിലും എക്സീഡ് ചെയ്തിട്ടാണ് ഡിമാൻഡ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഈ പറയുന്ന പ്രോഡക്ട്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ നോക്കുക, നമ്മൾ ഒരു ഹയർ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഫ്യൂച്ചറിൽ. പക്ഷെ ആ ഫ്യൂച്ചർ ടൈം വന്നപ്പോൾ എക്സാക്ട് ഡിമാൻഡ് നമ്മൾ ഹൈ ലെവലിൽ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡിമാൻഡിലും ലോ ആയിട്ടാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രോഡക്ട്സ് എന്തായി? സർപ്ലസ് ആയി. ഓക്കെ, സോ ഒരു അൺസർട്ടണിറ്റി ഓഫ് ഡിമാൻഡിൽ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് വി ഫൈൻഡ് ഡിഫിക്കൾട്ട് ഓർ വി ഫൈൻഡ് ടു മിസ്മാച്ച്, ദർ വിൽ ബി മിസ്മാച്ച് ബിറ്റ്വീൻ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷനിൽ നമുക്കുള്ള ഒരു മെയിൻ ഡ്രോബാക്ക് ഇതാണ്, എപ്പോഴും നമുക്ക് സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു മിസ്മാച്ചിങ് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമ്മൾ ഓൾറെഡി ഇത് കണ്ടതാണ് എന്താണ് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷൻ എന്നുള്ളത്, അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മളുടെ റെസ്പോൺസീവ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ പ്രൊഡക്ഷൻ ആൻറ്റിസിപ്പേറ്ററി എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് റെസ്പോൺസീവ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കാണാം. റെസ്പോൺസീവ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. ദ പ്രൊഡക്ഷൻ ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദ റെസ്പോൺസ് വിച്ച് വി ഗെറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ്.
കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഓർഡേഴ്സ്. കസ്റ്റമർ ഓർഡർ തരുന്നതനുസരിച്ച്, കസ്റ്റമർ ഓർഡറാണല്ലോ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ്. ആ റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മാനുഫാക്ചറർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത് ഇൻ നോർമൽ കേസസ്. സോ ദാറ്റ് നമ്മളുടെ കസ്റ്റമേഴ്സ് എപ്പോഴാണോ ഓർഡർ തരുന്നത് ആ ഓർഡർ നമുക്ക് ആ ഓർഡർ അനുസരിച്ച് പ്രോഡക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം വിത്തൗട്ട് എനി ഡിലേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ റെസ്പോൺസീവ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെസ്പോൺസീവ് പ്രൊഡക്ഷൻ സെർട്ടേണിറ്റി ഉള്ളതാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിമാൻഡ് ഇറ്റ് ഈസ് സെർട്ടേൺ അല്ലേ. നമ്മളുടെ കസ്റ്റമർക്ക് ഇത്ര സാധനം വേണമെന്ന് അവർ ഓർഡർ തന്ന ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ദർ ഇസ് നോ അൺസർട്ടനിറ്റി ഇൻ ഡിമാൻഡ് ഇൻ കേസ് ഓഫ് റെസ്പോൺസീവ് പ്രൊഡക്ഷൻ. പക്ഷേ ആൻറ്റിസിപ്പേറ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു ദർ വിൽ ബി അൺസർട്ടനിറ്റി ഇൻ ഡിമാൻഡ്. എയ്തർ ദർ മേ ബി ഷോർട്ടേജ് ഓർ ദർ മേ ബി സർപ്ലസ്. പക്ഷേ ഇവിടെ നമുക്ക് ദർ ഇസ് നോ ചാൻസ് ഫോർ ഷോർട്ടേജ് ഓർ സർപ്ലസ് ഇല്ലേ. കാരണം എക്സാക്ട്ലി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ ആ ഡിമാൻഡ് അനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പീഡി ആയിട്ട് കസ്റ്റമറുടെ ഓർഡർ കിട്ടിയ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേറൊരു സംഗതിയും കൂടി വേണം. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ്, വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ സപ്ലയേഴ്സ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. വൈ? ബിക്കോസ് ഇവിടെ നമുക്കൊരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. എന്താ ഡ്രോബാക്ക്? ഇമ്മീഡിയറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റ് കൂടും. ഇൻവെൻട്രി കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സാധ്യമാവില്ല. അപ്പോൾ എഗെയിൻ റെസ്പോൺസീവ് പ്രൊഡക്ഷനിലും നമ്മളുടെ ഈ ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക്. എന്താണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക്? കസ്റ്റമർ ഈ പറയുന്ന ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് തുടങ്ങുകയാണ്. ആ മാനുഫാക്ചറിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ജസ്റ്റ് ഇൻ ടൈം നമ്മൾ ആ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിനൊക്കെ തൊട്ട് മുമ്പ് നമുക്ക് സപ്ലൈ ചെയ്യും. അതിനെ നമുക്ക് എടുത്ത് പ്രൊഡക്ഷൻ നടത്തി പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായി? നമ്മളുടെ ഇൻവെൻട്രി കോസ്റ്റ് നമുക്ക് അവിടെ കൂടുന്നില്ല. ജസ്റ്റ് ഇൻ ടൈം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ നമ്മളത് എന്ത് ചെയ്തു? എടുത്ത് നമ്മൾ പ്രൊഡക്ഷന് വിധേയമാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ. സോ അങ്ങനെ ഒരു കാര്യം കൂടി, അങ്ങനെ ചില ടെക്നിക്സും കൂടി നമ്മൾ ഈ റെസ്പോൺസീവ് പ്രൊഡക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ശരിക്കും നമ്മൾ ഇൻ പ്രാക്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഈ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള മിക്ക മാനുഫാക്ചറിങ് ഫേംസും ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററിയും അതുപോലെ തന്നെ റെസ്പോൺസീവ് പ്രൊഡക്ഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് റെസ്പോൺസീവ് പ്രൊഡക്ഷനുമാണ് ഓരോ മിക്ക മാനുഫാക്ചറിങ് ഫേംസും ചെയ്യുന്നത്. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മളുടെ പ്രാക്ടിക്കലി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ പ്രൊഡക്ഷനിൽ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുന്നത്, അതാണ് മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് പ്രൊഡക്ഷനിൽ ഒരു സ്മൂത്ത് ഫ്ലോ ഉറപ്പുവരുത്താൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ഷൻസ് ടേക്കൺ ടു എൻഷ്യൂർ സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ടു അച്ചീവ് ദ twin objectives of making available sufficient quantity of product to meet the demand, at the same time avoid overstocking of finished products.
അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഫ്ലോ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് 2 മെയിൻ ഒബ്ജക്റ്റീവ്സിനെ മുന്നേ കണ്ടുകൊണ്ടാണ് ആ സ്മൂത്ത് ഫ്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ 2 ട്വിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് നമ്മൾ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അവൈലബിൾ ആക്കുക. ഓക്കെ. രണ്ടാമത് എന്താണ്, നമുക്ക് നമ്മളുടെ ഫിനിഷ് പ്രോഡക്ട്സിൻ്റെയോ അതുപോലെ തന്നെ നമ്മളുടെ മെറ്റീരിയൽസിൻ്റെയോ ഓവർ സ്റ്റോക്കിംഗ് പാടില്ല. അതിനുള്ള ടൈം സേവ് ചെയ്യാം. അപ്പോൾ ഈ 2 ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, ഈ 2 ഉദ്ദേശം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഫ്ലോ സ്മൂത്ത് ആവും. ഓക്കെ. സോ ഈ രീതിയിൽ ഈ 2 ട്വിൻ ഒബ്ജക്റ്റീവ്സും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആ രീതിയിലുള്ള ഡിസിഷൻസാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്? മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഇൻ പ്രൊഡക്ഷൻ വിച്ച് വി മേക്ക് ഇറ്റ് സ്മൂത്ത് ബൈ അച്ചീവിങ് 2 ട്വിൻ ഒബ്ജക്റ്റീവ്സ്. 2 ട്വിൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷനിൽ സ്മൂത്ത് ഫ്ലോ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ്. ഈ 2 ട്വിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്, ഒരു ഒബ്ജക്റ്റീവ്. ആൻഡ് സെക്കൻഡ് തിങ്, ടൈം അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് ഫിനിഷ് പ്രോഡക്ട്സ്. ഫിനിഷ് പ്രോഡക്ട്സിൻ്റെ ഓവർ സ്റ്റോക്കിങ് ഇല്ലാതാക്കാം. ഈ 2 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ പ്രൊഡക്ഷൻ സ്മൂത്ത് ഫ്ലോ ആവുന്നത്. അതിനുവേണ്ടി ഒരുപാട് ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഡിസിഷൻസ് എല്ലാം ഇത്തരത്തിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. സോ അതിൽ ആദ്യം പറയുന്ന ഒരു സംഭവമാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. അതിന് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡിസിഷൻസാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. സാറ്റിസ്ഫൈയിങ് കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് ഈസ് ദ ബേസിസ് ഒബ്ജക്റ്റീവ് ഓഫ് എനി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. നമ്മുടെ എല്ലാ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലേ? കസ്റ്റമറിൻ്റെ ചില പ്രത്യേക അത്യാവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിൻ്റെ രൂപത്തിൽ ആ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് രൂപവൽക്കരിച്ച് ആ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുകയാണ്. ആ പ്രോഡക്റ്റ് അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം നിറവേറുകയും അതിലൂടെ അവർ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എടുത്താലും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിലൂടെ അവരുടെ ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ അതാണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നതിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതിൽ ആദ്യം നമ്മളുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ശരിക്കും ഈ മാനുഫാക്ചറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിനുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് അനുസരിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് വേറൊന്നല്ല, നമ്മൾ ആദ്യം നമ്മുടെ മാർക്കറ്റിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഹൂ ഈസ് അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ്? എന്നിട്ട് ആ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അവരുടെ ഒരു പർട്ടിക്കുലർ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ എടുത്തുകൊണ്ട് അതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്നു ഒരു പ്രോഡക്റ്റായിട്ട്.
സോ ദാറ്റ് ആ പ്രോഡക്റ്റ് ആ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ അവരുടെ വാണ്ട്സിന് മാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമറുടെ വാണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ചേഞ്ച് വെരി ഫാസ്റ്റ്ലി, വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചിരിക്കണം. അത് ചേഞ്ച് ചെയ്ത ശേഷം ആ പ്രോഡക്റ്റ് അവിടെ എത്തിയിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ വാണ്ട്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്വിക്കായിരിക്കണം നമ്മൾ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മാനുഫാക്ചറിങ്ങിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ വാണ്ട് കണ്ടു, അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് അവർക്ക് കൊടുത്തു, അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എക്കാലത്തേക്കും നമുക്ക് ഇതേ പ്രോഡക്റ്റ്സ് അവർക്ക് കൊടുത്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ നമ്മൾ കരുതണ്ട. കാരണം ആ ചേഞ്ചിൽ ആ വാണ്ട്സിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നതനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റിലും എന്തുണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പല്ല് ക്ലീൻ ചെയ്യാൻ ഒരു പേസ്റ്റ് രൂപത്തിൽ ടൂത്ത് പേസ്റ്റ് വന്നപ്പോൾ, കോൾഗേറ്റ് പേസ്റ്റ് അങ്ങനെ വന്ന ഒരു ബ്രാൻഡാണല്ലോ. അപ്പോൾ അന്ന് ഒരൊറ്റ വെറൈറ്റി ഓഫ് കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ടായിരുന്നു, വൈറ്റ് കളർ പേസ്റ്റ്. പക്ഷേ ഇന്ന് എത്ര വെറൈറ്റീസാണ്. അപ്പോൾ അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കസ്റ്റമറിൻ്റെ വാണ്ട്സിനെ ആ ഒരൊറ്റ പേസ്റ്റ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നു. അപ്പോൾ അതനുസരിച്ച് ഈ കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സിനും ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ ആ ചേഞ്ചസ് അനുസരിച്ച് കോൾഗേറ്റ് പേസ്റ്റുകാർ എന്ത് ചെയ്തു, പ്രോഡക്റ്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നു. അപ്പോൾ ആ വെറൈറ്റീസ് കൊണ്ടാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് ഉള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുക്കുന്നത് ഡിസിഷൻസിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക, അതാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ കാണാറുണ്ട് അല്ലേ, നമുക്ക് ഇത്ര നമ്പർ ഓഫ് പേജസ് പ്രിൻറ്റ് ചെയ്യാൻ ഇത്ര, കൂടുതൽ പേജസ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറവ് പൈസ മതി. അപ്പം അതെന്താണ്, ആ കൂടുതൽ പേജ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയുക ചെയ്യണേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എക്കോണമീസ് ഓഫ് സ്കെയിലിൽ നമ്മൾ എത്ര കണ്ട് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അതനുസരിച്ച് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അപ്പം ഏത് മാനുഫാക്ചറിങ് കമ്പനി ആയാലും അവർക്ക് ഈ ഒരു ഇൻറ്റൻഷനാണ് ഉണ്ടാവുക, നമ്മളുടെ പ്രൊഡക്ഷൻ ലാർജ് സ്കെയിലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് അതനുസരിച്ച് കൂടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളുടെ ആ കോസ്റ്റ്, നമ്മുടെ ആ ടോട്ടൽ കോസ്റ്റ്, അതിൽ രണ്ടെണ്ണം ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് അല്ലേ. വേരിയബിൾ കോസ്റ്റ് വരുന്ന ക്യാരിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലാർജ് സ്കെയിലിലേക്കുള്ള ക്വാണ്ടിറ്റിയിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഫിക്സഡ് കോസ്റ്റ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി നമ്മളെ ടോട്ടൽ കോസ്റ്റിനെയും കുറയ്ക്കും. ഓക്കെ, പക്ഷേ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മറുവശം വേറൊരു സംഭവം ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസും നമ്മളുണ്ടാക്കുന്ന പ്രോഡക്ട്സ്, ഫിനിഷ് ഗുഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇൻവെൻട്രിയൊക്കെ വലുതാവും. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റ്, അത് ക്യാരിങ് കോസ്റ്റാണ്, അത് കൂടുക ചെയ്യണേ. അപ്പോൾ ഒരു വശത്ത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്ന സമയത്ത് മറുവശത്ത് നമുക്ക് കോസ്റ്റ് കൂടുകയാണ്. അവിടെ ബാലൻസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രിക്ക് നമുക്ക് അങ്ങനെയുള്ള ടെക്നിക്സാണ്. അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യും, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ എക്കണോമീസ് ഓഫ് സ്കെയിലിൻ്റെ ഇത് നോക്കിയിട്ട് ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്മൂത്തായി ഫ്ലോ ചെയ്യുന്നതിനുള്ളത് എടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രിയുടെ നേച്ചർ അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയുടെ സ്വഭാവം, ഒരു പൊതു സ്വഭാവം ബേസ് ചെയ്തിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കും.
ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി അല്ലേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വന്നിട്ടുള്ളൊരു ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ഇതൊക്കെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരുപാട് ക്യാപിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഫോർ മിഷനറീസ്, ലാൻഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. പ്രത്യേകിച്ചും വളരെ ഹൈഫൈ ആയിട്ടുള്ള മിഷനറീസൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ക്യാപിറ്റൽ അതിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വളരെ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ബ്രേക്ക് ഈവനെ കുറിച്ച് നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്താണ് ബ്രേക്ക് ഈവൻ? നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ളൊരു പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ റവന്യൂ കോസ്റ്റ് തമ്മിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ആദ്യമേ അവർക്ക് നഷ്ടമാണ് ഉണ്ടാവുക, ലോസാണ് ഉണ്ടാവുക അല്ലേ. ആ ലോസ് ഇങ്ങനെ കുറേ കഴിയുമ്പോഴേക്കും ഒരു പോയിന്റിലെത്തും വേർ ദർ ഈസ് നോ ലോസ് നോ പ്രോഫിറ്റ്. ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ലോസ് ബ്രേക്ക് ചെയ്ത് പിന്നീട് ആ ബ്രേക്ക് ഈവന് ശേഷം നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നത്. പിന്നീട് ആ പ്രോഫിറ്റിനെ നമ്മൾ മാക്സിമൈസ് ചെയ്തു. ആ മാക്സിമൈസ് ചെയ്ത പ്രോഫിറ്റിനെ സ്റ്റേബിളാക്കി കൊണ്ടുപോയി പ്രൊലോങ് ചെയ്യിച്ചു. പിന്നെ ആ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയി പോകും. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ഈവൻ അങ്ങനെ ഗ്രോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ പറയുന്ന നേച്ചർ ഓഫ് ദ ഇൻഡസ്ട്രി അനുസരിച്ച് നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് ബ്രേക്ക് ഈവനിലേക്ക് എത്തണം. ഈ ലോസ് വരുന്നത് എത്ര പീരീഡിലേക്കാണ്, അത് കഴിഞ്ഞ് ബ്രേക്ക് ഈവൻ എപ്പോഴാണ് വരുന്നത്? ഒരുപാട് കാലത്തേക്ക് ലോസ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ, ഒരു മിനിമം ഷോർട്ട് പീരീഡിൽ നമ്മൾ ലോസ് സഹിച്ച് ഉടനെ നമ്മൾ ബ്രേക്ക് ഈവനിലേക്ക് എത്തണം. സോ ദാറ്റ് അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഈവനിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ലാർജ് സ്കെയിലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് മിക്കതും എന്ത് ചെയ്യും, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും തുടക്കം തൊട്ട് തന്നെ. സോ ദാറ്റ് ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് അവരുടെ ബ്രേക്ക് ഈവൻ എത്താനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൻ എത്താനും നമ്മളുടെ പ്രോഫിറ്റിലേക്ക് വരാനുമുള്ള ഡിസിഷൻസ് നമുക്ക് ഓരോ കമ്പനിയുടെ നേച്ചർ അനുസരിച്ച് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി വരുന്നത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചുള്ള കാര്യമാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി? നമ്മൾ പറഞ്ഞു ഓരോ കസ്റ്റമറിൻ്റെ വാണ്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഡിമാൻഡായി മാറുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഫ്രീക്വൻ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡിനെ നമ്മളുടെ മാനുഫാക്ചർക്ക് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ മാനുഫാക്ചർക്ക് ഉണ്ടാവണം. കാരണം ഈ ഡിമാൻഡ് എന്ത് ചേഞ്ചാണ് വന്നത്, ആ ചേഞ്ച് അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിലും എന്ത് ചെയ്യണം, ചേഞ്ച് കൊണ്ടുവരണം. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി മാനുഫാക്ചർക്ക് ഉണ്ടാവണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊഡക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് സ്മോൾ ലോട്ട്സ് ആയിട്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സർപ്ലസ് ആയിട്ട് മാറും, നഷ്ടമാവും. അപ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്മോൾ ലോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഡിമാൻഡിലുള്ള ചേഞ്ച് അനുസരിച്ച് വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ എത്രമാത്രം ഫ്ലെക്സിബിൾ ആവണം, എപ്പോഴൊക്കെയാണ് ഫ്ലെക്സിബിൾ ആവേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ ഉചിതമായിട്ടുള്ള ഫ്ലെക്സിബിൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ നമുക്ക് വളരെ റെസ്പോൺസിബിളായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനും വളരെ എഫിഷ്യൻ്റായിട്ട് അവരെ നമുക്ക് ഡീൽ ചെയ്യാനും ഇതുകൊണ്ട് സാധ്യമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ആസ്പെക്റ്റിലും മാനുഫാക്ചറിങ് ഫ്ലോ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓരോ ആസ്പെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് നമ്മൾ ഓരോ ഇത് വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മളുടെ എന്തൊക്കെ ഡിസിഷൻസ് ആണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ഫ്ലോയിൽ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. Manufacturing decisions are based on the effective utilization of plant capacity. നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാന്റ്, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഫുള്ളർ യൂട്ടിലൈസേഷൻ, എപ്പോഴും നമ്മൾ അതിൻ്റെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ് എയിം ചെയ്യേണ്ടത്. ഓക്കെ,
സോ ദ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി ബ്രിങ്സ് ഡൗൺ ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് നമ്മുടെ ലാർജ് സ്കെയിൽ. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മളുടെ എല്ലാ മിഷനറി സെറ്റപ്സ് എല്ലാം നമ്മൾ ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്, ലേ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ലേ ഔട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. ആ ലേ ഔട്ടിൽ നമ്മളെന്താണ്, ഇപ്പോൾ നമ്മൾ പുതിയ കമ്പനി തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ നമ്മളിപ്പോൾ ലാർജ് സ്കെയിൽ തുടങ്ങിയിട്ടില്ല. പക്ഷേ എങ്കിലും ഭാവിയിൽ നമുക്ക് ലാർജ് സ്കെയിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള ലേ ഔട്ടാണ് നമ്മളിപ്പോഴേ ഉണ്ടാക്കുക. സോ ദാറ്റ് നമ്മൾ 1 by 1 ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. Okay, so the capacity brings down the unit cost of production and thereby enhances the profitability. Sales promotion measures may be undertaken to boost demand to facilitate maximum of plant capacity. നമ്മൾ ഒരു പ്ലാന്റ് അതിനുള്ള കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലാർജ് സ്കെയിലിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണ്, സർപ്ലസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഈ സർപ്ലസ് പ്രോഡക്ട്സിനൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടീവായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻസും നമ്മൾ എടുക്കണം സമയാസമയത്ത്. ഓക്കെ, സോ പ്ലാൻ കപ്പാസിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെയാണ് ഓരോ സിറ്റുവേഷൻസിലും ഓരോ ടൈമിലും നമ്മൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എപ്പോഴും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇപ്പോഴും നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയും, ഇനി അതുപോലെ നമ്മൾ മാക്സിമം പ്ലാന്റിൻ്റെ ആ ഒരു കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഫിനിഷ് ഗുഡ്സ് സർപ്ലസ് ആയിക്കഴിഞ്ഞാൽ ആ സർപ്ലസ് ഗുഡ്സും നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സെയിൽസ് പ്രൊമോഷൻസ് നമുക്ക് ചെയ്യണം, സോ ദാറ്റ് അത് നമ്മളുടെ ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസും നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ അപ്പോൾ പ്ലാൻ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നത് ലീഡ് ടൈമാണ്. ലീഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളുടെ ഈ റെസ്പോൺസീവ് പ്രൊഡക്ഷനിലൊക്കെ ലീഡ് ടൈം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മളുടെ ആൻറ്റിസിപ്പേറ്ററി പ്രൊഡക്ഷനിലും ലീഡ് ടൈം ഉണ്ട്. ലീഡ് ടൈം റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഫ്രം പ്ലേസിംഗ് ഓഫ് വർക്ക് ഓർഡർ ടു കംപ്ലീഷൻ ഓഫ് വർക്ക്. അതായത് റോ മെറ്റീരിയൽ പ്രോസസ്സായി ഒരു ഫിനിഷ് ഗുഡ് ആയി കൺവേർട്ട് ചെയ്ത് പുറത്ത് വരുന്ന ആ സമയം, അതിനെയാണ് നമ്മൾ ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഓരോ സമയത്തും ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള വർക്ക് ഓർഡർ കിട്ടണം. ആ വർക്ക് ഓർഡർ നമ്മൾ കിട്ടിയാൽ ആ വർക്ക് ഓർഡറിൽ ഉണ്ടാവും ഇന്ന് ഇത്ര എണ്ണം ഉണ്ടാക്കണം ആണല്ലോ. ആ വർക്ക് ഓർഡർ കിട്ടി, ആ വർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് ഇത്ര സമയത്തിനുള്ളിൽ അവർ പറഞ്ഞ് ഇത്ര സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് ഉണ്ടാക്കാനുള്ള ലീഡ് ടൈം. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആ പ്രോസസ്സിങ് നടത്തുമ്പോൾ ഓരോ ഫിനിഷ് ഗുഡും ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും പുറത്ത് വരുന്ന ആ സമയം എന്താണോ അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം ഇത് പറയുമ്പോൾ ഇത് എക്സാമ്പിൾ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് നമ്മുടെ TVS കമ്പനിയിലത്തെ ഒരു കാര്യമാണ്. ഓക്കെ, സോ അവർ ആ കമ്പനിയിൽ ഈ 2 വീലേഴ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ TVSൻ്റെ ബൈക്ക്, ഓക്കെ ബൈക്ക്, അപ്പോൾ നമുക്കറിയാം ഈ ഓട്ടോമൊബൈൽ വെഹിക്കിൾസൊക്കെ ഇപ്പോൾ കാറായാലും ബൈക്കായാലും 2 വീലേഴ്സ് ആയാലും 4 വീലേഴ്സ് ആയാലും അതിൻ്റെ കമ്പനീസിൽ അത് ശരിക്കും അസംബിൾ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും പല സ്ഥലങ്ങളിൽ നിന്നും പല സപ്ലയേഴ്സിൽ നിന്നും കൊണ്ടുവന്ന് ഇത് ആ കമ്പനിയിൽ അത് അസംബിൾ ചെയ്ത് അവരുടെ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റായിട്ട് ഇറക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഇത്ര ബൈക്ക് ഉണ്ടാക്കി എടുക്കണം, അത് അവരുടെ വർക്ക് ഓർഡറിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ
ഒരു ബൈക്ക് ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് വരാനായിട്ട് ആ ലീഡ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി 1.64 മിനിറ്റ്സ് 1.64 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ ചേസസ്, അതിൻ്റെ ഈ പറയുന്ന എന്താ പറയുക, അതിൻ്റെ എൻജിൻ, ബാക്കിയുള്ള പാർട്സ് എല്ലാം ഫുൾ അസംബിൾ ചെയ്ത് ഒരു ബൈക്കിൻ്റെ രൂപമായി പുറത്തേക്ക് വരുന്നതിന് എടുക്കുന്ന സമയം ഇറ്റ് ഈസ് ഓൺലി 1.64 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് അവർക്ക് ഒരു ബൈക്ക് അസംബിൾ ചെയ്താൽ മാത്രമേ ഒരു ദിവസത്തെ വർക്ക് ഓർഡർ അനുസരിച്ചുള്ള ടോട്ടൽ ബൈക്സ് ഉണ്ടാക്കി ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ രീതിയിൽ ആ ലീഡ് ടൈം എത്ര വേണം അല്ല, ഇപ്പോൾ ഒരു ദിവസം ഇത്ര എംപ്ലോയീസ് ഇത്ര സമയം ഇത്ര മാൻ പവർ അവേഴ്സ് വർക്ക് ചെയ്ത് ഇത്ര സാധനം ഇറക്കണം. അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിൻ്റെയും ലീഡ് ടൈം കൃത്യമായിട്ട് പറയും. ആ ലീഡ് ടൈമിൽ തന്നെ ഇറക്കണം. ആ ലീഡ് ടൈമിൽ ഇറക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡിലേ വന്നു, വർക്ക് ഓർഡർ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതാ പറയുന്നത് ലീഡ് ടൈം. സോ പ്രൊഡക്ഷൻ ഈസ് ഓഫൺ ഡിലേഡ് ഡ്യൂ ടു മെഷീൻ ബ്രേക്ക്. അപ്പോൾ ചില സമയത്ത് ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ചിലപ്പോൾ മിഷനറീസിൻ്റെ ബ്രേക്ക്ഗ്രൗണ്ട് കൊണ്ടോ പവർ ഫെയിലിയർ കൊണ്ടോ ചിലപ്പോൾ നമ്മളുടെ ഉദ്ദേശിച്ച മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ടോ ടൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ഡിലേ വന്നേക്കാം. അപ്പോൾ അവിടെ നമുക്ക് എംപ്ലോയീസിനെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതെല്ലാം നമ്മൾ നോക്കിക്കാണുകയും വേണം. അഡ്വാൻസ് ആയിട്ട് നമ്മളത് മുന്നേ തന്നെ നോക്കിക്കാണുകയും വേണം. ഓക്കെ, സോ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, അതുപോലെ ടൈംലി റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മിഷനറീസ്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്താൽ മാത്രമേ ഈ ലീഡ് ടൈം എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം ഫുള്ളി ചെക്കപ്പ് ചെയ്യും. ഇല്ല, ഇപ്പോൾ നമ്മൾ റേസിന് പോവാണ്, ഒരു ബൈക്ക് റേസ് അല്ലെങ്കിൽ ഒരു കാർ റേസ്, അതിൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഏറ്റവും മിനിമം ടൈമിൽ എത്തുന്നതാണ് സക്സസ് അല്ലേ, റിസൾട്ട് എന്ന് പറയുന്നത്, അച്ചീവർ എന്ന് പറയുന്നത് അതാണ് അല്ലേ. അപ്പോൾ ആ ഒരു റേസിലേക്ക് നമ്മൾ പോണേക്ക് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ വണ്ടിയുടെ ചെക്ക് ചെയ്യുക അല്ലേ, ആ വണ്ടിയുടെ എഫിഷ്യൻസി, ആ വണ്ടിയുടെ കപ്പാസിറ്റി, ആ വണ്ടിയുടെ സെറ്റപ്പ് അല്ലേ, അതിൻ്റെ എല്ലാ പാർട്സും എത്ര കൃത്യമാണ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി റേസിന് ഇറക്കുക. അല്ലാതെ ചുമ്മാ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് റേസിന് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിൽ ജയിക്കാൻ പറ്റില്ല. സോ അതേപോലെ തന്നെ ഇവിടെയും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മെഷീൻസ് എല്ലാം കാര്യങ്ങളും കൃത്യമായി റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് പ്രോപ്പറായിരിക്കണം. നമുക്ക് റിക്വയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് എൻഷുർ ചെയ്തിരിക്കണം. പവർ ഫെയിലിയർ വരികയാണെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. മെഷീൻസ് അഥവാ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഒരു മെഷീൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലീഡ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ലീഡ് ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. ടു സ്പീഡ് അപ്പ് മാനുഫാക്ചറിങ് ആൻഡ് റെഡ്യൂസിങ് ലീഡ് ടൈം ടു ദ മിനിമം. എപ്പോഴും നമുക്ക് ആ ലീഡ് ടൈം മിനിമത്തിൽ നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമ്മളുടെ കോസ്റ്റ് കുറയുള്ളൂ, നമ്മുടെ പ്രോഫിറ്റ് കൂടുകയുള്ളൂ. ഓക്കെ, സോ ലീഡ് ടൈം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും ഇല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ തുടങ്ങി ഇല്ലേ, ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയത്ത് അവസാനിച്ചു. ആ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ അത് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഗ്യാപ്പാണ്, ടൈം ഗ്യാപ്പാണ്. ആ ടൈം ഗ്യാപ്പിൽ എന്താ അവർ ചെയ്യുന്നത്, ആ മെഷീൻസിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻസ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ദാറ്റ് ഇൻ ബിറ്റ്വീൻ ഒരു ഇൻട്രപ്ഷൻ പാടില്ല. ഓക്കെ, അങ്ങനെ വന്നാൽ എന്തായി, അത് ലീഡ് ടൈമിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ലീഡ് ടൈമിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് ഡിസിഷൻസ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഫ്ലോവിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് നോക്കാം, മേക്ക് ഓർ ബൈ സ്ട്രാറ്റജീസ്. അപ്പോൾ മാനുഫാക്ചറിങ് ഡിസിഷൻസ് ആർ അഫക്റ്റഡ് ബൈ ദ മേക്ക് ഓർ ബൈ പോളിസി ഓഫ് ദ ഫേം.
a technique of marginal costing helps the management to decide whether a component is to be made inside or to be brought from outside. ഇപ്പോൾ നമ്മളുടെ മാനുഫാക്ചറിങ്ങിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, കമ്പണൻസ് ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പം ഈ കമ്പണൻസ് പ്രത്യേകിച്ചും അത് നമുക്ക് സ്വയമേ ഉണ്ടാക്കണോ അല്ലെങ്കിൽ അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണോ, ഇതിനെക്കുറിച്ചുള്ള ഡിസിഷൻസും നമുക്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുന്നതിന് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർജിനൽ കോസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളുടെ ആവശ്യമായിട്ടുള്ള കമ്പണൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ മാർജിൻ കൂടി നമുക്ക് കിട്ടും. ഇനി അഥവാ നമ്മളത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ മാർജിൻ കിട്ടില്ല അല്ലേ. അപ്പം ആ മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, അപ്പം അങ്ങനെ അത് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, സോ ആ കപ്പാസിറ്റി നമുക്കുണ്ടോ, അത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ഇനി അതിലും എക്കണോമിക്കലായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ അത് ഏത് വേണമെങ്കിൽ ആവാം, അതിൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ either to make the components by ourselves and increase the marginal cost, or to buy the components and assemble our main product. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ ആ രീതിയിൽ എടുക്കേണ്ട ഡിസിഷൻസ് അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം മിക്ക കമ്പനീസും അങ്ങനെയുള്ള റിസ്കുകൾ അധികം ഏറ്റെടുക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻറ്റയർ പ്രോസസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും നമ്മുടെ കോസ്റ്റും നമ്മുടെ മാൻ പവർ അവേഴ്സ്, നമ്മുടെ എംപ്ലോയീസിൻ്റെ യൂട്ടിലൈസേഷൻ ഇതെല്ലാം കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ അത്ര പെർഫെക്ഷനും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ അത് നമ്മൾ പുറത്ത് നിന്ന് ബൈ ചെയ്യാണ് പതിവ് അല്ലേ. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പണൻസൊക്കെ പുറത്തുനിന്ന് ബൈ ചെയ്യാണ് നല്ലത്. വളരെ റെയർ കേസിൽ മാത്രമേ ചില കമ്പണൻസ് കമ്പനി തന്നെ ഉണ്ടാക്കുന്നത്, അല്ലാത്ത പക്ഷം അവരൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കുക. ഓക്കെ, സോ അപ്പോൾ നോക്കൂ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങളുടെയൊക്കെ ആ ഒരു സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെയുള്ള ഫ്ലോ ഫോം ചെയ്യുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള എല്ലാ ഡിസിഷൻസും നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് എക്സ്പെർട്ടൈസ്. നമ്മളുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ടെക്നീഷ്യൻസ്, ഇവരുടെയൊക്കെ എക്സ്പെർട്ടൈസ് ഇതിന് വളരെയധികം അനിവാര്യമാണ്. അതുപോലെ പ്രൊഡക്ഷൻ മാനേജറുടെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് ഇതിൽ അത്യാവശ്യമാണ്. അപ്പം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ട് ഒരുപാട് എക്സ്പെർട്ട് നോളേജ് വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഡിസിഷൻസൊക്കെ എടുക്കുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞ പോലെ ഉള്ള രീതിയിലല്ല. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഡിസിഷൻസ് പലതും എടുക്കുന്നത്. ഓക്കെ, മേക്ക് ഓർ ബൈ സ്ട്രാറ്റജീസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പണൻസ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ അതിനുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. An item is bought from the market if it is available at price less than its variable cost of manufacturing. ഇപ്പോൾ നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കോമ്പണൻസ് വളരെ കുറച്ച് മതിയാവും. അത് പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് കൂടും. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ അത് ചീപ്പായിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് ബെറ്റർ, അത് അവിടെ നിന്ന് വാങ്ങിക്കില്ലേ നല്ലത്. പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതായിരിക്കും അവർ ചെയ്യുമ്പോൾ, കാരണം അവർ ഫുള്ളി അതിൽ ഇൻവോൾവ് ആണ്. ഐറ്റംസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഷുഡ് നോട്ട് ബി ഔട്ട്സോഴ്സ് വാട്ട് എവർ ദ കോസ്റ്റ് ഇൻവോൾവ്. പക്ഷേ ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ളത് ഓർമ്മ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, അതിൽ ഡിസൈനേഴ്സ് ഉണ്ട്. ആ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യും.
ആ ഒരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പം മെയിനായിട്ടുള്ള നമ്മുടെ ജോബ് നേച്ചർ എന്ന് വെച്ചാൽ ഈ പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടും ഇപ്പോൾ അവിടുത്തെ ന്യൂസ് പേപ്പറിലുള്ള ഡെയിലി ആഡ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അതല്ലാതെയുള്ള ഡിസൈനിങ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു കമ്പനിക്ക് വേണ്ട ബ്രോഷേഴ്സ്, ഫോൾഡേഴ്സ്, ബാനേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബ്രോഷേഴ്സ്, ബാനേഴ്സ്, അങ്ങനെ ഫോൾഡേഴ്സ് ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് വർക്ക് വരുന്നില്ലേ? ആ പ്രിൻറ്റിങ് വർക്ക് നമുക്ക് കപ്പാസിറ്റി ഇല്ല അല്ലേ? അത് പ്രിൻറ്റ് ചെയ്യാനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ വേണം. അത് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അത് നമ്മളുടെ കമ്പനിയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ ചാർജ് കൂടും, പിന്നെ അത് മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇതൊക്കെ വരും. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യും. ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് ആ ഡിസൈൻ നമ്മൾ വേറെ പുറത്തുള്ള ഒരു പ്രിൻ്റർക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിസൈൻ കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രോഷർ ആയിക്കോട്ടെ ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് ഒരു ചെറിയ മാർജിൻ ഇട്ടിട്ട് നമ്മളത് കസ്റ്റമറിന് കൊടുക്കും. അപ്പം നമ്മൾ നേരിട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുക, കാരണം അവരതിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. ഓക്കെ, സോ അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഔട്ട്സോഴ്സിങ് ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് നമ്മളും ചീപ്പായിട്ട് അത് കിട്ടാൻ നമുക്ക് അത് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ തന്നെ അതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ചെയ്ത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാതെ നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയുള്ള 7 ആസ്പെക്ട്സിൽ ബേസിൽ നമ്മൾ ഒരുപാട് മാനുഫാക്ചറിങ് ഡിസിഷൻസ് എടുത്തുകൊണ്ടാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അതിൻ്റെ സ്മൂത്ത് ഫ്ലോ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷനിൽ യൂണിറ്റിൽ പ്രത്യേകിച്ചും നമ്മുടെ മിഷനറീസിൻ്റെ ലേഔട്ടുകൾ പ്രോപ്പറായിരിക്കണം. ലേഔട്ടുകൾ പ്രോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ മെഷീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലേഔട്ട് പ്രോപ്പർ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ ഏറ്റവും മിനിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് ഓരോ മെഷീൻസിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തേക്കണം. അല്ലാതെ ഒരു മെഷീൻ ഒരു സ്ഥലത്തും കുറേ ദൂരം യാത്ര ചെയ്തിട്ട് അടുത്ത മെഷീന് അടുത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നമുക്ക് ടൈം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലീഡ് ടൈം അത് ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഓരോ മെഷീൻസും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മിഷനറീസിൻ്റെ ലേഔട്ട്. അത് നമ്മൾ എൻഷുർ ചെയ്യണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കണം. പിന്നെ ഇനഫ് സ്കിൽ, ലേബർ ഫോഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട്സ് ആർ ദ കീ ഫാക്ടേഴ്സ് ഇൻ അച്ചീവിങ് സ്മൂത്ത് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഇപ്പം നമ്മളുടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ടെക്നിക്കൽ ലേബേഴ്സ്, ടെക്നിക്കലായിട്ട് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽഡ് ലേബേഴ്സും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ ഒരുപാട് ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഇപ്പം ഒരു മെഷീൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിറ്റിൽ നിന്നും മറ്റു യൂണിറ്റിലേക്ക് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ വെഹിക്കിൾസും കാര്യങ്ങളും. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നമുക്ക് നല്ലതായിട്ട് ഉണ്ടാവണം ടു അച്ചീവ് ദ സ്മൂത്ത് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് അല്ലേ. അപ്പം അങ്ങനെ സ്മൂത്ത് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിന് ഈ മിഷനറീസിൻ്റെ ലേഔട്ട്, നല്ല സ്കിൽഡ് ലേബർ ഫോഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം ആവശ്യമാണ്. ഇനി ഇത് കൂടാതെ the material should be moved from stage to stage in manufacturing process until the finished product is ready for delivery. Proper logistical support enables a company to enjoy the benefits of economies of scale. അല്ലേ, നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സും അതിനോടൊപ്പം സപ്പോർട്ടീവായിട്ട് പ്രോപ്പറായിരിക്കണം. വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്പീഡായിട്ട് നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം മൂവ് ചെയ്യാൻ രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള ലോജിസ്റ്റിക്സും നമുക്ക് അവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ
ഓരോ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് പെട്ടെന്ന് മൂവായി നമുക്ക് ആ ഫിനിഷ് പ്രോഡക്ട്സ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ TVS കമ്പനിയുടെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു കൺവെയർ ബെൽറ്റ് പോലെയുള്ള ഒരു ലോജിസ്റ്റിക് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് അതിൽ ഹാങ് ചെയ്തിട്ട് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതാത് സെക്ഷനിലുള്ള എംപ്ലോയീസ്, ടെക്നിക്കൽ എംപ്ലോയീസ് അതിലെന്താണ് അസംബ്ലി ചെയ്യേണ്ടത് അത് അസംബ്ലി ചെയ്ത് അടുത്ത യൂണിറ്റിലേക്ക് അത് മൂവ് ചെയ്യിക്കും. ഓക്കെ, സോ ആ ഒരു മൂമെൻറ്റ് കറക്റ്റ് ആവുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ ഇത് അസംബിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി അസംബിൾ ചെയ്തു, പിന്നെ അവിടെ നിന്ന് ആ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ സമയമെടുക്കും. ഇനി അവരത് വർക്ക് ചെയ്യുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ കൺവെയർ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ അത് ഹാങ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അസംബിൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സ് നമ്മളെ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. സോ ടു മേക്ക് ദ മാനുഫാക്ചറിങ് ഫ്ലെക്സിബിൾ, ടു റെഡ്യൂസ് ദ ലീഡ് ടൈം ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ടു യൂട്ടിലൈസ് ദ പ്ലാൻ കപ്പാസിറ്റി ടു ദ മാക്സിമം എക്സ്റ്റെൻഡ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിൽ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഈ പറയുന്ന കാര്യങ്ങൾ എയിം ചെയ്തിട്ടാണ്. നമ്മുടെ എക്കണോമീസ് ഓഫ് സ്കെയില്, അതുപോലെ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി ഇൻ മാനുഫാക്ചറിങ്, പിന്നെ നമ്മുടെ ലീഡ് ടൈമിൻ്റെ റിഡക്ഷൻ, പിന്നെ നമ്മുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാൻ കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട്, ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളെ മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ നമുക്ക് വെറുതെ അങ്ങ് പോയിട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കുറേ അങ്ങ് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എവ്രി activities in manufacturing requires experts analysis and their decisions so that the manufacturing flow will be smooth. അങ്ങനെ അത് സ്മൂത്ത് ആവുകയാണെങ്കിൽ മാത്രമേ ഈ മാനുഫാക്ചറിങ് ബാക്കി നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുള്ള ബാക്കി എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോസസ്സിനെയും സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിസിഷൻസ് സമയാസമയത്ത് കൃത്യമായി എടുത്താൽ മാത്രമേ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് എങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകൾ കുറയ്ക്കാം, അപ്പോൾ അതുപോലെ നമ്മുടെ വാല്യൂ എഡിഷൻ അതും പ്രോപ്പറാവും അല്ലേ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മുടെ സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എഡിഷൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാല്യൂ എഡിഷൻ ഫങ്ഷൻ ഇവിടെ കൃത്യമാവണമെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് അവിടെ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പുറത്ത് വരുള്ളൂ. അപ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ കമ്പനിയിൽ, പ്രത്യേകിച്ചും അതിൻ്റെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആ ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ പിന്നിൽ ഒരുപാടധികം ഡിസിഷൻസ് മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമ്മളെ സപ്ലൈ ചെയിനും ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് വേണ്ടത്. ആ ക്വാളിറ്റി പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമ്മളുടെ മാനുഫാക്ചറിങ് എന്നുള്ള ഫങ്ഷനിലും നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ ഡിസിഷൻസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ മാനുഫാക്ചറിങ്ങിനെ സ്മൂത്താക്കി കഴിയുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലായി അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സപ്ലൈ ചെയിൻ ആ കീ പ്രോസസ്സിൽ ആദ്യത്തെ 4 എണ്ണം അല്ലേ, ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് നമ്മളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ്, ഡിമാൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കസ്റ്റമറിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കസ്റ്റമറുടെ ഡിമാൻഡ് കണ്ടു. ഇനി നമ്മൾ 5ാമത്തെ മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റിൽ മാനുഫാക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുത്തുകൊണ്ട് ഈ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്രോഡക്റ്റിനെ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസാണ് നമ്മൾ അടുത്ത കീ പ്രോസസ്സായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുള്ള ഓൾറെഡി ഉള്ള നോളേജുമായിട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, സോ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ 8ാമത്തെ സെഷൻ നമ്മുടെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി അടുത്ത സെഷൻ മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും. സോ അതുവരെ
till then it is bye, and all of you please take care. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ 8 സെഷൻസും ഇനി സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പവർ പോയിൻറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ ഫോം ചെയ്യാനുള്ള കാരണം തിയറി പേപ്പറാണ്. ഇടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് എടുത്ത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പോലും വേണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്താൽ മതി. അല്ല, പറയുന്നത് കേട്ടാലേ മനസ്സിലാവുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾ കണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ. ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജി കൊണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കണ്ടു പഠിച്ചു അല്ലേ. ഇപ്പോൾ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് കണ്ണുകൊണ്ടെല്ലാം വായിച്ച് അതിനോടൊപ്പം പറയുന്നതും കേട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിച്ചു. ഇനി സെക്കൻഡ് ടൈം റിവൈസ് ചെയ്യുമ്പം അങ്ങനെ കണ്ടു പഠിക്കണം എന്നില്ല, ജസ്റ്റ് ആ വോയിസ് മാത്രം കേട്ടാലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് റിക്കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ സബ്ജക്ട്സുകൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴെല്ലാം പഠിച്ച് വെൽ പാക്ഡായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ ബൈ.